ഇതേ എന്താണോ? എടി നിന്റെ വിക്കസ് ഉണ്ടോടി? വിക്കസോ? ആ വിക്കസോ? അതെന്നതാ? വിക്കസ് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചേ. ശേ, ഈ വിക്കസ് എന്നതാ? എനിക്ക് മനസ്സിലാകുന്നില്ല ചേച്ചി. വിക്കസ് എനിക്ക് തലവേദന കൊണ്ട് എന്റെ തല വെട്ടി പൊളക്കുവാ. ഇച്ചിരി കൊണ്ട് എനിക്ക് എന്റെ നെറ്റിയെ പരട്ടാൻ. ഓ, അത് കൊള്ളാം. വിക്സ് അതല്ലേ? വിക്സ് അല്ലേ? വിക്സ് തല പറ്റുന്നേ? അതിപ്പം പിന്നെ ഞാൻ പറഞ്ഞ അത് തന്നെയല്ലേ. നീ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറഞ്ഞു. ഇത്രയും വ്യത്യാസമല്ലേ ഉള്ളൂ. ഓ, കൊള്ളാലോ. അത് എനിക്ക് എന്റെ തല വെട്ടി പൊളന്നിട്ട്. അപ്പൊ വിക്സിന്റെ മലയാളം വാക്കാണോ ഈ വിക്കസ്? വിക്കസ്. ഇത് എവിടുന്ന് കണ്ടുപിടിച്ചതാ അങ്ങനെ ഒരു വാക്ക്, ഈ വിക്കസ് എന്ന് അതിന്റെ മലയാളം? നീ ആ ഇംഗ്ലീഷ് എങ്ങനെ എവിടുന്ന് കണ്ടുപിടിച്ചതാ? എന്റെ പോനി ചേച്ചി സമ്മതിച്ചു കേട്ടോ. വിക്കസ് എന്ന് പറഞ്ഞാൽ വിക്സിന്റെ മലയാളം വാക്കാണ്. മലയാളം വാക്കാണ്. ഇനി മറന്നു പോവുമെങ്കിൽ ആ ഫോണിനകത്ത് പിന്നെ ആക്കി വെക്കാം. ഇതിപ്പോ ഇനി കടയിലൊക്കെ ചെന്നാ വിക്കസ് ചോദിക്കണം അല്ലേ? നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നീ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മതി. ഞാനിപ്പോ ഇംഗ്ലീഷാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ ഇതിന്റെ മലയാളം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിപ്പം മനസ്സിലായി. പഠിച്ചു. വിക്കസ്. എന്നാ വിക്കസ് ഇവിടെ ഇല്ല. പിന്നെ നീ എന്നെ ഇത്രയും പറഞ്ഞു നിർത്തി സമയം കളയിപ്പിച്ചല്ലേ? അതിന് തന്നെ സാരമില്ല. മെല്ലെ അങ്ങ് നടന്നു അടുത്ത വീട്ടിൽ പോയി ചോദിക്കും. കടയിൽ ചെന്ന് വിക്കസ് എന്ന് തന്നെ ചോദിക്കണം, അവര് തരും. അത് മതി. വിക്കസ് നല്ല ഭാഷ കേട്ടോ. വിക്സിന്റെ മലയാളം വാക്ക് വിക്കസ്. ഇത് പറഞ്ഞു പഠിക്കാൻ ഞാൻ. പഠിച്ചോളാം. വിക്സ്. വിസ്. അത് തമിഴ് വാക്കായിരിക്കും. കൊള്ളാം. ഏതായാലും മലയാളം വാക്ക് പഠിപ്പിച്ചു തന്നല്ലോ, അത് നന്നായി. ഇല്ലില്ല, മറക്കില്ല. പോക്കോ. ശരി.